സ്റ്റുഡൻസ്, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ഏർലി ഇന്ത്യ സെലക്റ്റഡ് തീംസ് എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തെ ചാപ്റ്ററാണ് സോഴ്സസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ളത്. ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദ ഓക്സിലറി ടെക്സ്റ്റ് ഓഫ് വേദാസ്? വേദാസിൻ്റെ അനുബന്ധ ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആദ്യം നമ്മൾ വേദ സാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുക്കൾ, സൂത്രങ്ങൾ എന്നിങ്ങനെ 4 വേദസാഹിത്യങ്ങളുണ്ട്. വേദങ്ങൾ തന്നെ 4 ഉണ്ട്: ഋഗ്, യജുസ്, സാമം, അഥർവം എന്നിവ. ഋഗ്വേദം ലോക ജനതയുടെ മുഴുവൻ തന്നെ ഏറ്റവും പഴയ സാഹിത്യകൃതിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. 1017 സൂക്തങ്ങളടങ്ങിയ ഈ അമൂല്യകൃതി ആര്യന്മാരുടെ ആദ്യകാല സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് വിലയേറിയ സൂചകങ്ങൾ നൽകുന്ന കൃതിയാണ്. ഇതിലെ ഓരോ സൂക്തവും ലോക ജനതയ്ക്ക് ഭൗതികമായിട്ടുള്ള ആശംസകൾ നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാവുകങ്ങൾ നേരാൻ വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളാണ്. ദെൻ യജുർവേദവും അഥർവവേദവും യഥാക്രമം യാഗം, മന്ത്രവാദം മുതലായവയെക്കുറിച്ച് പരാമർശിക്കുന്ന സൂക്തങ്ങളാണ്. സാമവേദത്തിലെ സൂക്തങ്ങളുടെ സംഗീതാവിഷ്കാരമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വേദങ്ങളെക്കുറിച്ചാണ്. നമ്മളോട് ചോദിച്ച ചോദ്യം വേദങ്ങളുടെ അനുബന്ധ കൃതികൾ ഏതാണ്, അല്ലെങ്കിൽ അനുബന്ധ ഗ്രന്ഥങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. വേദങ്ങളെ ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് വേദാംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. പ്രധാനമായും 6 വേദാംഗങ്ങളുണ്ട്: ശിക്ഷ, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം. ശിക്ഷ, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം എന്നിവയാണ് പ്രധാനപ്പെട്ട വേദാംഗങ്ങൾ. വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം, അർത്ഥം, വ്യാകരണം, യാഗവിധികൾ, സമയനിർണയം എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വേദങ്ങളെ പഠിക്കാനും സംരക്ഷിക്കാനും വേദാംഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് വിച്ച് ആർ ദ ഓക്സിലറി ടെക്സ്റ്റ് ഓഫ് വേദാസ് എന്നാണ്. നമ്മളിത് പറയുമ്പം നേരിട്ട് ആ വേദാംഗങ്ങളിലേക്ക് കടക്കാതെ എന്താണ് വേദങ്ങൾ, ഏതൊക്കെയാണ് വേദങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും കൂടുതൽ ആൻസർ നന്നാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ഡൊമസ്റ്റിക് റിച്വൽസ് ഫ്രം ബർത്ത് ടു ഡെത്ത്? അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഗാർഹിക ചടങ്ങുകളെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഏതാണ്? അത് പറയണത് ഗൃഹ്യസൂത്രത്തിലാണ്. വിവാഹം, നാമകരണം, ഉപനയനം, അന്ത്യകർമ്മം തുടങ്ങിയ കുടുംബ ചടങ്ങുകൾ എങ്ങനെ നടത്താമെന്ന് പറയുന്നത് ഏതിലാണ്? ഗൃഹ്യസൂത്രത്തിലാണ്. ഈ ഗൃഹ്യസൂത്രങ്ങൾ കൽപ്പസൂത്രങ്ങളുടെ ഭാഗമാണ്. പുരാതന ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആചാരങ്ങളും ജീവിത രീതികളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗൃഹ്യസൂത്രങ്ങൾ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൃഹ്യസൂത്രങ്ങൾ പുരാതന ഇന്ത്യയിലെ സാമൂഹിക മതപരമായ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സൂത്രങ്ങളാണ്. അപ്പം മതപരമായ ചടങ്ങുകളെ സംബന്ധിച്ച നിയമങ്ങളും മറ്റും ചുരുക്കി സംശയം വരാത്ത വിധം പ്രതിപാദിക്കുന്നതാണ് ഇത് സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ചോദ്യം വരുന്നത്, വിച്ച് ഡൈനാസ്റ്റി ഇഷ്യൂഡ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ? പുരാതന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശം ഏതാണ്? പുരാതന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് ഗുപ്ത ഡൈനാസ്റ്റിയാണ്. ഗുപ്ത ഭരണാധികാരികളായ സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്നിവർ മനോഹരമായ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ നാണയങ്ങളിൽ രാജാക്കന്മാരുടെ ചിത്രങ്ങളും ദേവതകളുടെ രൂപങ്ങളും വിവിധ ചിഹ്നങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഗുപ്തകാലത്തെ സാമ്പത്തിക സമൃദ്ധിയുടെ തെളിവായിട്ട് ഇവ കണക്കാക്കപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഗുപ്തരുടെ സ്വർണ്ണ നാണയങ്ങൾ പുരാതന ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അപ്പോൾ നമ്മൾ ഗുപ്തരുടെ നാണയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗുപ്തരെക്കുറിച്ച് കുറച്ച് കാര്യം നമുക്ക് അറിയണം. ആരാണ് ഗുപ്തർ? ഈ ഗുപ്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിലെ സുവർണ യുഗമാണ്. സമുജ്വലമായ സാംസ്കാരിക അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. പ്രജകളുടെ ഹിതം മാനിച്ചുകൊണ്ട് പ്രജകളുടെ ഹിതം മാനിച്ചുകൊണ്ടുള്ള ഭരണരീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രജകളുടെ ക്ഷേമത്തിന് അനുസൃതമായിട്ടുള്ള പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ സ്വർണം കൊണ്ടുള്ള നാണയങ്ങളും പ്രചാരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ആർക്കിയോളജി? എന്താണ് പുരാവസ്തു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ ഭൂതകാലത്തെ ഭൗതിക അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്രശാഖയാണെന്ത്? പുരാവസ്തു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഖനനങ്ങളിലൂടെ ലഭിക്കുന്ന മൺപാത്രങ്ങൾ, ആയുധങ്ങൾ, നാണയങ്ങൾ, ശില്പങ്ങൾ, കെട്ടിട അവശിഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഇത് പുരാവസ്തു ശാസ്ത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഴയകാല ചരിത്രം വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ സാധ്യമാവുന്നത്. അപ്പോൾ ലിഖിത രേഖകളില്ലാത്ത കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പുരാവസ്തു ശാസ്ത്രം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് എഴുതപ്പെട്ട രേഖകളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഖനനത്തിലൂടെ ലഭിക്കുന്ന മൺപാത്രങ്ങൾ, ആയുധങ്ങൾ, നാണയങ്ങൾ, ശില്പങ്ങൾ, കെട്ടിട അവശിഷ്ടങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് ആ കാലത്തെ ചരിത്രം മനസ്സിലാക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ പുരാവസ്തു ശാസ്ത്രത്തിന് വളരെയധികം പങ്കുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ശതവാഹന കിങ് ഇൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡിസ്ട്രോയർ ഓഫ് ദ പ്രൈഡ് ഓഫ് ക്ഷത്രിയാസ്? അതായത് ക്ഷത്രിയരുടെ അഹങ്കാരം നശിപ്പിച്ചവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശതവാഹന രാജാവ് ആരാണ്? ഗൗതമീപുത്ര ശതകർണിയാണ് ക്ഷത്രിയരുടെ അഹങ്കാരം നശിപ്പിച്ചവൻ എന്ന വിശേഷണത്തിന് അർഹനായിട്ടുള്ള ശതവാഹന രാജാവ്. അദ്ദേഹം ക്ഷത്രിയരുടെ അഹങ്കാരം നശിപ്പിക്കപ്പെട്ടവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ വിശേഷണം അദ്ദേഹത്തിൻ്റെ മാതാവായ ഗൗതമി ബാലശ്രീയുടെ നാസിക് ശിലാശാസനത്തിൽ പറയുന്നുണ്ട്. ശാകര്, യവനര്, പഹ്ലവര് എന്നിവരെ പരാജയപ്പെടുത്തി ശതവാഹന സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ശതവാഹനരിലെ ഏറ്റവും ശക്തനായ രാജാവായിട്ട് ഗൗതമീപുത്ര ശതകർണി അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ന്യൂമിസ്മാറ്റിക്സ്? എന്താണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? അതായത് നാണയശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നാണയങ്ങളിലൂടെ ഭരണാധികാരികൾ, സമ്പദ് വ്യവസ്ഥ, മതം, വ്യാപാരം, കല എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുക? ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയാം. നാണയങ്ങളിലെ ലിഖിതങ്ങളും ചിത്രങ്ങളും ചിഹ്നങ്ങളും ചിത്രകാരന്മാർക്ക് വിലപ്പെട്ട തെളിവുകളാണ്. അതുകൊണ്ട് തന്നെ പുരാതന ഇന്ത്യയുടെ ചരിത്ര പഠനത്തിലെ പ്രധാന സ്രോതസ്സാണ് ഇത് നാണയശാസ്ത്രം എന്ന് പറഞ്ഞാൽ. അപ്പം നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്സ് അഥവാ നാണയശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് എപ്പിഗ്രാഫി? എന്താണ് ശിലാശാസ്ത്രം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ശിലാശാസനങ്ങളെയും ലിഖിതങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ശിലാശാസ്ത്രം. പാറകളിലും സ്തംഭങ്ങളിലും ചെമ്പു പട്ടയങ്ങളിലും കൊത്തിവെച്ച ലിഖിതങ്ങളാണ് ഇതിൻ്റെ പഠന വിഷയം. രാഷ്ട്രീയം, അതുപോലെ ഭരണ സംവിധാനം, മതം, ദാനങ്ങൾ, സാമൂഹിക ജീവിതം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശിലാശാസനങ്ങളിൽ വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശിലാശാസ്ത്രങ്ങളുടെ പഠനം ചരിത്ര പഠനത്തിന് ഏറ്റവും ഉപകാരപ്രദമാണ്. അപ്പോൾ ശിലകളെക്കുറിച്ചും ലിഖിത രേഖകളെക്കുറിച്ചുള്ള പഠനത്തെയാണ് ശിലാലിഖിത ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത്, വിച്ച് കൾച്ചർ ഈസ് ഐഡൻറ്റിഫൈ വിത്ത് ദ ബിഗിനിങ് ഓഫ് അർബനൈസേഷൻ ഇൻ ദ മിഡിൽ ഗാംഗറ്റിക് പ്ലെയിൻസ്? അതായത് മധ്യഗംഗാതടത്തിൽ നഗരവൽക്കരണത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട സംസ്കാരം ഏതാണ്? അത് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ കൾച്ചറാണ്. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ട് മുതൽ ഈ സംസ്കാരം വളർന്നു വന്നു. ഈ കാലഘട്ടത്തിൽ നഗരങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും വളർന്നു വന്നു.
ഇരുമ്പിൻ്റെ ഉപയോഗം, കാർഷിക വികസനം, വ്യാപാരം, നാണയങ്ങളുടെ ഉപയോഗം എന്നിവ നഗരവൽക്കരണത്തിന് സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുരാതന ഉത്തരേന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണത്തിൻ്റെ പ്രധാന അടയാളമായിട്ട് ഏതിനെ കണക്കാക്കുന്നുണ്ട്? NBPW അഥവാ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ കൾച്ചറിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മധ്യ ഗംഗാതടത്തിൽ നഗരവൽക്കരണത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട സംസ്കാരം ഏതാണ്? നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ കൾച്ചറാണ്. ഇതിനെ സെക്കൻഡ് അർബനൈസേഷൻ അഥവാ രണ്ടാം നഗരവൽക്കരണത്തിൻ്റെ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വരുന്ന അസൈൻമെൻറ്റ്സ് ആണ്: എക്സാമിൻ ഹൗ ഫാർ ദ ആർക്കിയോളജിക്കൽ സോഴ്സസ് ആർ ഹെൽപ്ഫുൾ ഇൻ റീകൺസ്ട്രക്റ്റിംഗ് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി. അതായത് പ്രാചീന ഇന്ത്യ ചരിത്രം നിർമ്മിക്കുന്നതിൽ ആർക്കിയോളജിക്കൽ സോഴ്സസിൻ്റെ സഹായം അല്ലെങ്കിൽ അതിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ്, റൈറ്റ് എ നോട്ട് ഓൺ ദ ലിറ്റററി സോഴ്സസ് ഓഫ് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി. ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള അതിൻ്റെ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സാഹിത്യങ്ങൾ, അതായത് ലിറ്റററി സോഴ്സസ് എത്രത്തോളം ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയെ സ്വാധീനിച്ചു അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. എക്സാമിൻ ദ ഹിസ്റ്റോറിക്കൽ പെർട്ടനൻസ് ഓഫ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ. ബുദ്ധ സാഹിത്യത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച്. ദെൻ അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂമിസ്മാറ്റിക്സ് ആസ് സോഴ്സസ് ടു റീകൺസ്ട്രക്ട് ഹിസ്റ്ററി. അതായത് നാണയശാസ്ത്രം ചരിത്ര പഠനത്തിന് എത്രത്തോളം സഹായിക്കുന്നുണ്ട്, അതിൻ്റെ പ്രാധാന്യം എന്താണ്. നെക്സ്റ്റ്, ഡിസ്കസ് ദ മെയിൻ എപ്പിഗ്രാഫിക്കൽ സോഴ്സസ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ. പ്രാചീന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശിലാലിഖിത സോഴ്സുകൾ ഏതൊക്കെയാണ്. നെക്സ്റ്റ്, ക്രിട്ടിക്കലി എക്സാമിൻ ദ ഹിസ്റ്റോറിക്കൽ വാല്യൂ ഓഫ് ഫോറിൻ അക്കൗണ്ട്സ്. അതായത് വിദേശ സാഹിത്യങ്ങളുടെ ഹിസ്റ്റോറിക്കൽ വാല്യൂ എന്താണെന്ന് വിമർശനാത്മകമായിട്ട് വിലയിരുത്താനാണ് പറയുന്നത്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.